വചനദീപം. ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരാൾക്ക് ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 14 വാക്യങ്ങളിൽ നാം കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ക്രിസ്തുവിൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് നാം കണ്ടു. ദൈവം ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നമ്മെ മടക്കി വാങ്ങുകയും ചെയ്തു. ഇങ്ങനെ ക്രിസ്തുവിലായിത്തീർന്ന ആളുകൾക്ക് ദൈവം സ്വർഗാവകാശം നൽകുന്നു. ശരിയാണ്, മരണത്തിൽ നിന്ന്, പാതാളത്തിൽ നിന്ന് അവരെ വിടുവിച്ചു, അതും ശരിയാണ്. എന്നാൽ 11-ാം വാക്യത്തിൽ അവനിൽ നാം അവകാശവും പ്രാപിച്ചു എന്ന് കാണുന്നു. പാപത്തിൻ്റെ അടിമയായി ജീവിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ പാപം ചെയ്തതിൻ്റെ ഫലമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിച്ചാൽ അത് ധാരാളം മതി. അതുതന്നെ ദൈവത്തിന് നന്ദി പറയുവാൻ തക്ക ഒരു കാര്യമാണ്. എന്നാൽ അതിലപ്പുറമായി ദൈവം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഞാനത് വ്യക്തമാക്കുവാൻ യേശു തന്നെ പറഞ്ഞ ഒരു ഉപമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നാം സാധാരണ പറയാറുള്ള മുടിയനായ പുത്രൻ്റെ ഉപമ. മുടിയനായ പുത്രൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും തിരിച്ചറിയുവാൻ വേണ്ടി ആ ടൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇളയ മകൻ അപ്പനോട് മറുതലിച്ച് വീട്ടിൽ നിന്ന് തൻ്റെ അവകാശവുമൊക്കെ വാങ്ങി ദൂരദേശത്ത് പോയി താന്തോന്നിയായി ധാരാളിയായി ജീവിച്ചു. തൻ്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചു. അത് കഴിഞ്ഞ് താനൊരു അടിമയായി, ഒരു വേലക്കാരനായി മാറി പന്നികളെ തീറ്റുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ആ നാട്ടിൽ ക്ഷാമമുണ്ടായതുകൊണ്ട് അവന് പന്നി ഭക്ഷിക്കുന്നത് പോലും ലഭിക്കാതെയായി. അപ്പോൾ അവിടെ വെച്ച് അവന് സുബോധം വന്നു. അവൻ തൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർത്തു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ പുറകിൽ അവന് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പൻ്റെ വീട്ടിലെ ജോലിക്കാർ പോലും സമൃദ്ധിയായി ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അപ്പൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരനായി കയറിയാൽ പട്ടിണി കൂടാതെ ബാക്കി കാലം ജീവിക്കാം. അവനെക്കുറിച്ച് തന്നെ ഓർത്തപ്പോൾ മകനായിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുവാൻ സാധിക്കുകയേയില്ല. കാരണം അവൻ വിചാരിച്ചത് മകൻ എന്ന നിലയിൽ അവനുള്ള അവകാശം മുഴുവൻ അവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഇനി സ്വത്തിന് അവകാശിയല്ല, ആ സ്വത്ത് മുഴുവൻ അവൻ നശിപ്പിച്ചു. ഇനി ആകെക്കൂടെ ചെയ്യാവുന്നത് അപ്പനോട് ദയയ്ക്കായി യാചിക്കാം. ഒരു വേലക്കാരനായി എന്നെ എടുത്താൽ പട്ടിണി കൂടാതെ ജീവിക്കാമല്ലോ. അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് നടന്നു. അപ്പൻ്റെ വീട്ടിൽ ചെന്ന് അപ്പനോട് എന്താണ് പറയേണ്ടത് എന്നൊക്കെ അവൻ പറഞ്ഞു പഠിച്ചിട്ടാണ് പോയത്. ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, നീ എൻ്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. കൂലിക്കാരിലൊരുത്തനെ പോലെ ഒരു വേലക്കാരനായി എന്നെ എടുക്കണം എന്ന് പറയാനാണ് അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് പോയത്. എന്നാൽ ഇവനെ ദൂരത്ത് നിന്ന് കണ്ട അപ്പൻ ഓടി വന്നു അവനെ കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടുത്തത്തിൻ്റെ ഇടയ്ക്ക് തന്നെ അവൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, എന്നെ ഒരു കൂലിക്കാരനാക്കി എടുക്കണമെന്ന് അവന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് തന്നെ അപ്പൻ ആ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരെ നോക്കി പറഞ്ഞു, മോതിരം കൊണ്ടുവരൂ, ചെരുപ്പ് കൊണ്ടുവരൂ, നല്ല ഉടുപ്പ് കൊണ്ടുവരൂ. എന്താണ് അതിൻ്റെ അർത്ഥം? അക്കാലത്ത് വേലക്കാർ, അടിമകൾ ചെരുപ്പിടാറില്ല, അവർ മോതിരം ധരിക്കാറില്ല, അവർ മേൽത്തരമായ അങ്കി ധരിക്കാറില്ല. ഈ മകൻ മടങ്ങി വന്നത് ഒരു വേലക്കാരൻ്റെ സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചാണ്, അത് ചോദിക്കണമെന്ന് വിചാരിച്ചാണ് അവൻ വന്നത്. പക്ഷേ അവൻ്റെ സ്നേഹസമ്പന്നനായ പിതാവ് അവനെ ഒരു വേലക്കാരനായിട്ടല്ല എടുത്തത്, മറിച്ച് മകനായിട്ട് തന്നെയാണ്. 11-ാം വാക്യത്തിൽ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. അവനിൽ നാം കൂലി പ്രാപിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം നമ്മെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു. ഇനി ചെയ്യുന്ന ജോലിക്ക് കൂലി എന്ന ഒരു അറേഞ്ച്മെൻറ്റ് മതിയായിരുന്നു.
അതിൽ നമ്മൾ ധാരാളം സംതൃപ്തരായിരുന്നേനെ. എന്നാൽ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. ദൈവം നമ്മെ നരകശിക്ഷയിൽ നിന്ന് വിടുവിച്ചതിന് ശേഷം അവകാശികളാക്കി മാറ്റി. ജോലി ചെയ്യുന്നവർക്ക്, കൂലിക്കാർക്ക് അവകാശമല്ല, കൂലിയാണ് കൊടുക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. നാം അവകാശം പ്രാപിച്ചു എന്നാണ് വായിക്കുന്നത്. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. എന്നുവെച്ചാൽ ക്രിസ്തുവിലായ ഒരു വ്യക്തി അത് കഴിഞ്ഞ് ഞാൻ ക്രിസ്തുവിനെ സേവിച്ചു, അതിൻ്റെ കൂലി കിട്ടി, അതിൻ്റെ കൂലിയായിട്ട് എനിക്കിത് കിട്ടി എന്ന് പറയാനും ദൈവം സമ്മതിക്കില്ല. കാരണം ദൈവം അവന് നൽകുന്നത് അവകാശമാണ്. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പല കമ്പനികളിലും വലിയ ഉയർന്ന നിലയിൽ ഉള്ള പല ജോലിക്കാരുമുണ്ട്. അപ്പോൾ ഇത്തരം ജോലിക്കാരെ ഓരോ കമ്പനിയുടെയും കോമ്പറ്റീറ്ററായിട്ടുള്ള കമ്പനിക്കാർ അവരെ കൂടുതൽ ശമ്പളം കൊടുത്ത് വിളിക്കും. ഒരിക്കൽ ഒരു കമ്പനിയിൽ നിന്ന് ഒരു നല്ല ജോലിക്കാരനെ ആ കമ്പനിയുടെ തന്നെ അവരോട് മത്സരിക്കുന്ന വേറൊരു കമ്പനിക്കാർ അവരുടെ കമ്പനിയിൽ എത്തിക്കുവാൻ ശ്രമിച്ചു. ഏജൻറ്റ് വഴി അവന് വലിയൊരു ശമ്പളം വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇയാളത് നിരസിച്ചു. നിരസിച്ചപ്പോൾ അവർ വിചാരിച്ചു ശമ്പളം കുറഞ്ഞു പോയിട്ടായിരിക്കും. അവർ വീണ്ടും ശമ്പളം കൂട്ടിക്കൊടുത്തു. പറഞ്ഞു, ഇത്ര വലിയൊരു ശമ്പളം ഞങ്ങൾ തരാം, ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാമോ? ഈ പ്രാവശ്യവും അയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് താല്പര്യമില്ല. അവർ വാഗ്ദാനം ചെയ്ത ശമ്പളത്തിൻ്റെ എമൗണ്ട് കൂട്ടി. ഇപ്രാവശ്യവും അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യില്ല. അപ്പോൾ ഈ ഓഫർ കൊടുത്ത കമ്പനിക്കാർക്ക് വലിയ അതിശയമായി. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഓഫർ അയാൾ നിരസിക്കുന്നത്? കാരണം ഇതിലും കൂടുതൽ ശമ്പളമൊന്നും അയാൾക്ക് അവിടെ കിട്ടുന്നില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും നല്ല ഓഫർ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നത്? എന്താണ് ഞങ്ങളുടെ കുഴപ്പം? ഞങ്ങളുടെ കമ്പനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ കമ്പനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എനിക്ക് തരുന്ന ഓഫർ അത് വളരെ നല്ല ഓഫറാണ്. പക്ഷേ ഞാൻ ഈ കമ്പനി വിട്ടു വരാത്തതിൻ്റെ കാരണം ഈ കമ്പനി എൻ്റെ അപ്പൻ്റെയാണ്. ഞാനിവിടെ ജോലി ചെയ്യുന്നത് കൂലിക്കല്ല, അവകാശത്തിനാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന ആളുകൾ ദൈവത്തെ സേവിക്കുന്നത് കൂലിക്ക് വേണ്ടിയല്ല. ഞാൻ ഇതൊക്കെ ചെയ്താൽ ദൈവം എനിക്ക് അത് തരും, ഇത് തരും, എനിക്ക് ആ സ്ഥാനം തരും, വീട് തരും, കാറ് തരും. ഇല്ല, അതിനു വേണ്ടിയല്ല. ദൈവം നമുക്ക് മക്കൾ എന്ന നിലയിൽ അവകാശമാണ് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ അവസാനം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതെല്ലാം, ദൈവം നമ്മെ രക്ഷിച്ചതും ദൈവം നമുക്ക് അവകാശം തന്നതും എല്ലാം ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് മാത്രമാണ്. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകും. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മോട് ദൈവം ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ഉറപ്പായി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഒരു ഡൗൺ പേയ്മെൻറ്റായി തന്നിരിക്കുന്നു, അച്ചാരമായി തന്നിരിക്കുന്നു. ദൈവം
നമുക്ക് അവകാശം തന്നിരിക്കുന്നു, നാം അവൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു എന്നതിൻ്റെ ഉറപ്പാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. അറിയിക്കുന്നവർ 0988-22-1957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988-22-1957. വചനദീപം